പക്ഷെ ബിന്നിയുടെ പോലെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ചരിത്രത്തിൽ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത്രത്തോളം ഫേക്ക് അല്ലാത്ത രീതിയിലാണ് ബിന്നിയുടെ എല്ലാ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴും ബിഗ് ബോസ് ഗെയിം കളിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ആളുകൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസ് നല്ലതെന്ന് പോകുന്നുണ്ട്. ഇപ്പൊ സാബുമാനെ സംബന്ധിച്ച് സാബുമാൻ ഒരു രീതിയിലും എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എന്താ ബിന്നിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു സാബുമാനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം. എനിക്കൊന്ന് സേഫ് ഗെയിമേഴ്സ് എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അവർ സ്ട്രാറ്റജി ചേഞ്ച് ആയി നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. ചിലര് ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട്. അത് അതിന്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും. പുറത്തുനിന്ന് കാണുമ്പം അങ്ങനെ തോന്നാം. സാബുമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവന്റെ ചിരിയും അവന്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നതാണോ അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്തു വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല. അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എന്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത്. എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം, അപ്പൊ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് സത്യം പറയുമ്പോൾ പുറത്തു വരുന്നത് നെഗറ്റീവ് ഭയങ്കരമായിട്ട് സത്യം പറയുന്നവരെ എല്ലാവർക്കും കുറച്ച് പേടിയല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ പലർക്കും തട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ ടോപ്പ് 5 ബിന്നി